നമ്മൾ ഗെറ്റ് കോഡ് നമുക്ക് കിട്ടാം, നമുക്ക് എല്ലാ ഡേറ്റയും കിട്ടും അല്ലേ? ഇവിടെ രണ്ട് ഡേറ്റ നമ്മുടെ ഡേറ്റാബേസ് രണ്ട് ഡേറ്റ കിട്ടി. നമ്മൾ ഗെറ്റ് ആണെങ്കിൽ ഡേറ്റാബേസ് ഫുൾ ഡേറ്റ വരും. ഇതാണോ? ഇനി അടുത്ത ഓപ്ഷൻ ഗെറ്റ് ബൈ ഐഡി. മീൻസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഐഡി ഉപയോഗിച്ച് സിംഗിൾ ഡേറ്റ മാത്രം എടുക്കാം. നമ്മൾ മീൻസ് കണ്ടാണ് നമ്മൾ മറ്റേ ആ എക്സ്റേപ്പ് ചെയ്ത ഓർമ്മ ഉണ്ടോ? നമ്മൾ ആദ്യം എന്ത് ചെയ്തു, സ്ലാഷ് പ്രൊഡക്റ്റ് വിളിച്ച് നമുക്ക് എല്ലാ പ്രൊഡക്റ്റും കിട്ടി. സ്ലാഷ് പ്രൊഡക്റ്റ് സ്ലാഷ് ഒരു ഐഡി കൊടുത്തപ്പോൾ എന്ത് ചെയ്തു, ആ ഐഡിയുള്ള പ്രൊഡക്റ്റ് മാത്രം കിട്ടും. ഓർമ്മ ഉണ്ടോ? അതേ സെറ്റപ്പ്. അപ്പോൾ അതിവിടെ ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ ആപ്പ് ഗെറ്റ് തന്നെ എഴുതുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവിടെ സംഭവം വെച്ചാൽ നമുക്ക് എന്താ വേണ്ടേ, നമുക്കൊരു ഡേറ്റ വേണം. ഓക്കെ, നമ്മൾ ഏതിന്റെ ഐഡി ആണോ പാസ് ചെയ്യുന്നത് ആ ഐഡിയുള്ള ഡേറ്റയാണ് നമുക്ക് കിട്ടേണ്ടത്, റെസ്പോൺസ് ആയിട്ട് കിട്ടുന്നത്. നമ്മളിപ്പോൾ വെറുതെ ഗെറ്റ് വിളിച്ചാൽ എല്ലാ ഡേറ്റയും കിട്ടും. നമ്മൾ അതിൽ ഐഡിയും കൂടെ പാസ് ചെയ്താൽ ആ ഐഡിയുള്ള ഡേറ്റയുടെ മാത്രം ഇൻഫർമേഷൻ കിട്ടും. ഓക്കെയാണല്ലോ? അങ്ങനെയാണ് നമുക്ക് ഇവിടെ വേണ്ടത്. ഓക്കെ, അതായത് യൂസർ അവിടെ ഗെറ്റ് റിക്വസ്റ്റ് അയക്കുമ്പോൾ എന്തുകൂടെ പാസ് ചെയ്യണം, ഐഡിയും കൂടെ പാസ് ചെയ്യണം. ഓക്കെയാണല്ലോ? അപ്പം യൂസർ എങ്ങനെ ഐഡി പാസ് ചെയ്യും? ഗെറ്റല്ലേ, ഗെറ്റിന് ബോഡി ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ URL വഴിയാണ് അത് പാസ് ചെയ്യുക. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ നമ്മൾ ഇവിടെ ഗെറ്റ് എഴുതുന്ന സമയത്ത് നമ്മുടെ ഗെറ്റിന്റെ URL-നകത്ത് സ്ലാഷ് യൂസർ അല്ലേ എന്നിട്ട് സ്ലാഷ് വിട്ടിട്ട് നമ്മൾ എങ്ങനെയാണോ നമ്മൾ റിയാക്ട് ചെയ്ത് അതേപോലെ ഇവിടെയും ചെയ്യും. ഓർമ്മ റിയാക്ട് ചെയ്തത് കോളൻ ഐഡി റൗണ്ടിൽ ചെയ്തത്. അപ്പോൾ ഇത് ഡൈനാമിക് ഔട്ട് എന്ന് പറയും. അപ്പം ഇവിടെ ഇതെന്ന് വെച്ചാൽ ശരിക്കും ഇവിടെ എന്ത് വരാം, സ്ലാഷ് യൂസർ സ്ലാഷ് എന്ത് വന്നാലും അതെന്ത് ചെയ്യും, ഈ URL-ലേക്ക് മാച്ച് ആവാം. സ്ലാഷ് യൂസർ സ്ലാഷ് എന്ത് വന്നാലും ആപ്പിൾ ഓർ എന്ത് വന്നാലും എന്ത് ചെയ്യും, ഇതാണ് മാച്ച് ആവുക. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഫംഗ്ഷൻ എഴുതുന്നു, റിക് കോമ റസ് കൊടുക്കുന്നു. എന്താ ഇവിടെ തൽക്കാലത്തേക്ക് ജസ്റ്റ് ഇത് വർക്ക് ആവുന്നുണ്ടോ അറിയാൻ വേണ്ടി റെസ്പോൺസ് ചെയ്യാം. റെസ്റ്റോർ സ്റ്റാറ്റസ് 200 സക്സസ് കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് ഇന്ന് റിക്വസ്റ്റ് നോക്കാം. ഞാൻ ഇവിടെ വരുന്നു, സ്ലാഷ് യൂസർ സ്ലാഷ് ചുമ്മാ ആപ്പിൾ കൊടുക്കുന്നു, സക്സസ് കിട്ടി. അതായത് ഞാൻ ഈ സ്ലാഷ് യൂസർ സ്ലാഷ് എന്ത് കൊടുത്താലും ഇതാണ് വർക്ക് ആവുക. ഞാൻ വെറുതെ യൂസർ കൊടുത്താലോ നമ്മൾ ഫുള്ള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് മാച്ച് ആവുക, മറ്റേ ഗെറ്റ് ആവുമ്പോൾ. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ഈ URL പാസ് ചെയ്യുന്ന ഡേറ്റ എവിടെ കിട്ടുന്ന വെച്ചാൽ അത് നമുക്ക് ഇവിടെ റിക്വസ്റ്റ് ഒന്ന് എടുക്കാൻ പറ്റും. അതായത് വന്നിട്ട് console.log റിക് ഡോട്ട് പാരാംസ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, റിക്വസ്റ്റിനകത്ത് പാരാംസ് പറഞ്ഞ കീഴാണ് വരിക. ഞാൻ ഇവിടെ നമ്മൾ സെൻഡ് അടിക്കുന്നു. ഇവിടെ നമ്മൾ ആദ്യം ആപ്പിൾ കൊടുക്കാം, സെൻഡ് അടിക്കുന്നു. ഇവിടെ നോക്കിയേ എന്താ കിട്ടുന്ന നോക്കിയേ, അതായത് റിക്വസ്റ്റിനകത്ത് റിക്വസ്റ്റ് പാരാംസ് തുറന്ന് നോക്കാൻ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പേരെന്താണോ ആ പേരിലാണ് ഡേറ്റ വരിക. നമ്മൾ ഐഡി നമ്മൾ കൊടുത്തപ്പോൾ ഇത് ഐഡി വന്നു. ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ വന്നിട്ട് റിക്വസ്റ്റ് ഡോട്ട് പാരാംസ് ഡോട്ട് ഐഡി എന്ന് കൊടുത്താൽ നമ്മളിവിടെ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും, ആപ്പിലേക്ക് നമ്മൾ ഗെറ്റ് ബൈ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് URL വഴി എന്ത് ചെയ്യാം, ഇങ്ങനെ ഡേറ്റ പാസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ റിയാക്ട് ചെയ്ത പോലെ തന്നെ സ്ലാഷ് യൂസർ സ്ലാഷ് കോളൻ ഒരു വേരിയബിൾ കൊടുക്കുക. ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ഒന്ന് പാസ് ചെയ്യുമ്പോൾ സ്ലാഷ് യൂസർ സ്ലാഷ് നമ്മൾ എന്ത് പാസ് ചെയ്താലും അത് ഇവിടെ നമുക്ക് റിക്വസ്റ്റ് ഡോട്ട് പാരാംസ് ഡോട്ട് നമ്മൾ എന്ത് വേണം ഇവിടെ കൊടുത്താൽ ആപ്പിൾ കൊടുത്താൽ ആപ്പിൾ കിട്ടും. യൂസ് പാരാംസ് പോലെ തന്നെ ഓർമ്മയില്ലേ റിയാക്ട് ചെയ്ത്. ഓക്കെ, നമ്മുടെ ആവശ്യം എന്താ, ഇവിടെ കൊടുത്തേക്കുന്ന ഈ പേര് വിഷയം ഇവിടെ എന്ത് കൊടുക്കുന്നു ആ പേര് വേണം ഇവിടെ കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ എന്താ ചുമ്മാ ആപ്പിൾ കൊടുത്താൽ ഇവിടെ റിക്വസ്റ്റ് ഡോട്ട് പാരാംസ് ഡോട്ട് ആപ്പിൾ കൊടുക്കാം, ആ കീഴിലാണ് വരിക. ഓക്കെ, നമ്മുടെ ആവശ്യം എന്താ, നമ്മുടെ ആവശ്യം വെച്ചാൽ ഒരു ഐഡി പാസ് ചെയ്താൽ ആ ഐഡി ഉള്ള ഡേറ്റ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, യൂസർ അയച്ചു കൊടുക്കാം. ഐഡി ഇവിടെ കിട്ടിയല്ലോ, റെസ്പോൺസ് അയച്ചു കൊടുക്കാം. എങ്ങനെ ചെയ്യാം, അത് നിങ്ങൾ ചെയ്യും ഒരു 10 മിനിറ്റ് ട്രൈ നോക്കാം. കാരണം മനസ്സിലായത് യൂസർ ഇവിടുന്ന് റിക്വസ്റ്റ് അയക്കുന്നു. അപ്പോൾ യൂസർ ഇവിടുന്ന് യൂസർ ബൈ ഐഡി ആണ് അയക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂസറിന് ഇവിടുന്ന് ഇപ്പോൾ ഏതെങ്കിലും ഡേറ്റ ഐഡി പാസ് ചെയ്യാം. ഇതാണെങ്കിൽ അതിന്റെ ഐഡി സ്ലാഷ് യൂസർ സ്ലാഷ് ആ ഐഡി പാസ് ചെയ്താൽ റെസ്പോൺസ് ആയിട്ട് ആ ഐഡിയുള്ള ഡേറ്റയുടെ മാത്രം ഫുൾ ഡീറ്റെയിൽസ് ആണ്. നമ്മൾ വെറുതെ കിട്ടി നമുക്ക് എല്ലാം കിട്ടും. ഇപ്പോൾ നമുക്ക് രണ്ട് ഡേറ്റ കിട്ടി, ആദ്യം എംബാപ്പെ കിട്ടി, ക്രിസ്ത്യാനോ കിട്ടി. ഇല്ലല്ലോ, നമ്മൾ ഏത് യൂസറിന്റെ ഐഡി ആണോ പാസ് ചെയ്തത് ആ യൂസറിന്റെ മാത്രം ഡീറ്റെയിൽസ് ആണ് റെസ്പോൺസ് ആയിട്ട്. അത് ഗെറ്റ് ബൈ ഐഡി. ഇതാണ് നമ്മൾ URL വഴി വരുന്നത്. അപ്പം ഇങ്ങനെ ഐഡി പാസ് ചെയ്ത് URL വഴി ആ ഐഡി നമുക്ക് കിട്ടുകയും ചെയ്തു. നമ്മുടെ ആവശ്യം എന്താ, ആ ഡേറ്റ ആ ഐഡി പാസ് ചെയ്ത് അറിയണം, ആ അയാളുടെ ഡേറ്റ മാത്രം റെസ്പോൺസ് അയച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യമേ ഫയൽ റീഡ് ചെയ്യണം, ആ ഐഡിയുടെ ഡേറ്റ മാത്രം കണ്ടുപിടിക്കണം, അത് റെസ്പോൺസ് അയച്ചു കൊടുക്കണം. ശരി, സ്റ്റാർട്ട് അതായത് ഡെസ്ക്ടോപ്പ് മീൻസ് നമ്മുടെ കമ്പ്യൂട്ടറുള്ള ആപ്പ്. ഇല്ല ഈക്വൽ ടു ന്യൂ ഡാറ്റ ഡോട്ട് ഫിൽ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് റീഡ് ചെയ്യാം. അതേപോലെ ഇത് റീഡ് സാധനം ടീം കൂടെ കിട്ടി. ഇനി എന്താ നമുക്ക് ഐഡിയ ഉണ്ടല്ലോ, ഇനി ഞാൻ മാപ്പ് ചെയ്ത് ഫിൽറ്റർ ചെയ്യണ്ടേ, മാപ്പ് ചെയ്യുന്ന അതുപോലെ അത്ര ഇല്ലേ ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അങ്ങനെയാണോ
അപ്പൊ പിന്നെ റെസ്പോൺസ് കൊടുത്തില്ലേ, എത്ര ഐറ്റംസ് ഉണ്ട് അത്ര റെസ്പോൺസ് കൊടുത്തില്ലേ, എന്നാണ് ചെയ്യുന്നത്. ഇവിടെ ചെയ്യാം, ഇത് ചെയ്യേണ്ട ഒരു കോൺസ്റ്റ് ഫിൽറ്റർ ഡാറ്റ ഈക്വൽ ടു ന്യൂ ഡാറ്റ ഡോട്ട് ഫിൽറ്റർ ഐറ്റം വരും, ഐറ്റം ഡോട്ട് ഐ ഡി ഈക്വൽ ടു റിക് ഡോട്ട് പാരാംസ് ഡോട്ട് ഐ ഡി ആണെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്ന ഫിൽറ്റർ ഡാറ്റ വരും. നോക്കിയത്, അതായത് നമ്മൾ അത് റീഡ് ചെയ്ത സാധനം എന്ത് ചെയ്തു, ന്യൂ ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്തു. അപ്പോൾ റീഡ് ചെയ്ത സാധനം നമ്മൾ അറേറ്റ് കൺവേർട്ട് ചെയ്ത് ന്യൂ ഡാറ്റ സ്റ്റോർ ചെയ്തു. എന്നിട്ട് അപ്പോൾ റീഡ് ചെയ്ത ഡാറ്റ ഫുൾ ന്യൂ ഡാറ്റ ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനകത്ത് ഐ ഡി ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്യുന്നു. അറിയാലോ, ഫിൽറ്റർ കുറച്ച് ചെയ്തല്ലേ, അതിന്റെ ആ ഫിൽറ്റർ ചെയ്ത സാധനം ഫിൽറ്റർ ഡാറ്റ വരും. നീ ഇവിടെ വന്ന് കൺസോൾ ഡോട്ട് ലോഗ് ഫിൽറ്റർ ഡാറ്റ ഉള്ള കാലം ഫിൽറ്റർ ഡാറ്റ ഇവിടെ ഞാൻ സെൻഡ് ചെയ്യുന്നു. ഇവിടെ നോക്കുവാണെങ്കിൽ അല്ല ഇത് നമുക്ക് ആ ആർക്കകത്ത് നമ്മൾ സെൻഡ് ചെയ്ത ഐഡിയുടെ ഡാറ്റ മാത്രം കിട്ടി. കണ്ടോ, ആർക്കകത്ത് ഫിൽറ്റർ ചെയ്ത ഐഡിയോട് ഈ ഡാറ്റ മാത്രം എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് റെസ്പോൺസ് ആയിട്ട് നമ്മൾ ഫിൽറ്റേഡ് ഡാറ്റ ഓഫ് 0 ആയിരുന്നു. കാര്യം ഫിൽറ്റേഡ് ഡാറ്റ എന്ന് അറിയണം, ഈ ആർക്കകത്ത് ഒറ്റ ഒബ്ജക്റ്റ് കാണുള്ളൂ, നമ്മൾ സെൻഡ് ചെയ്ത ഐഡിയുടെ ഒബ്ജക്റ്റ്. ഓക്കെ ആണല്ലോ, ഓഫ് എന്താ ശ്രദ്ധ നടക്കുന്നത്, നമ്മൾ ഫിൽറ്റേഡ് എന്ന് പറഞ്ഞാൽ അത് അറിയാതെ പോകും. നമുക്ക് ഒറ്റ ഐറ്റം ഉള്ളൂ, നമുക്ക് ഒബ്ജക്റ്റ് അയച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആർക്കകത്തുള്ള ഫസ്റ്റ് ഒബ്ജക്റ്റ് സെൻഡ് ചെയ്ത് ഒറ്റ ഒബ്ജക്റ്റ് കാണുള്ളൂ. ഞാൻ ഇവിടെ സെൻഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് റെസ്പോൺസ് ആയിട്ട് ഞാൻ ഏത് ഐഡിയാണ് പാസ് ചെയ്തത് അതിന് ഡാറ്റ. ഓക്കെ, ഞാൻ ഇവിടുന്ന് ഈ രണ്ടാമത്തെ ഐഡി പാസ് ചെയ്തു. രണ്ടാമത്തെ ഡാറ്റ ഓക്കെ കൃത്യമാണല്ലോ. ഇവിടെ നമ്മൾ ചെയ്ത് നമ്മൾ റീഡ് ചെയ്തു, കൺവേർട്ട് ചെയ്തു, എന്നിട്ട് ഫിൽറ്റർ ചെയ്യുന്നു. ഫിൽറ്റർ ചെയ്ത് ആ ഫിൽറ്റർ ഡാറ്റയിലേക്ക് അത് കിട്ടി. നമ്മൾ അതിനകത്ത് അത് അറക്കകത്താണ് കിട്ടുക. നമ്മൾ ഫിൽറ്റർ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കിട്ടുന്ന അറിയാണ്. അറക്കകത്ത് നമ്മൾ ഫിൽറ്റർ ചെയ്യുന്ന കണ്ടീഷൻ എന്താ, ഈ ഐഡിയോട് ഈക്വൽ ആവുന്ന ഡാറ്റ തുറന്നേ കാണുള്ളൂ. അപ്പോൾ ഈ അറക്കകത്ത് ഒരു ഒബ്ജക്റ്റ് വരുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, ആ അറക്കകത്ത് നമുക്ക് ഒറ്റ ഒബ്ജക്റ്റ് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അറേറ്റ് സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഒബ്ജക്റ്റ് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ ഫിൽറ്റർ ഡാറ്റ തീർന്നു. മനസ്സിലായോ? ഓക്കെ, പിന്നെ അടുത്തത് ഡിലീറ്റ് ബൈ ഐഡി. നമ്മുടെ ഐഡി പാസ് ചെയ്താൽ ഡിലീറ്റ് ആവണം. ഇത് മനസ്സിലായി നിങ്ങൾക്ക്, ഗെറ്റ് ബൈ ഐഡി. ഫിൽറ്റർ ഡാറ്റ അറിയില്ലേ, ആണെങ്കിൽ നമ്മൾ ചെയ്യാം ഇതേപോലെ തന്നെ അപ്ഡോട്ട് പാച്ച്. നമ്മുടെ ഐഡി പാസ് ചെയ്താൽ ആ ഐഡി ഉള്ള എലമെന്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും നമ്മുടെ ഫിൽറ്റർ ആണെന്ന് ആ ഒരു അറയിലേക്ക് വരും. നമുക്ക് എവിടെ ഫിൽറ്റർ ഐഡിനോട് ഐഡി നോട്ടിക്കൽ ടു ട്രാൻസ്ഫർ ഐഡി. മനസ്സിലായോ? അതായത് നമ്മൾ ചെയ്യുന്ന സംഭവം നമ്മുടെ ഐഡി പാസ് ചെയ്താൽ നമ്മൾ പാസ് ചെയ്യുന്ന ഐഡിയുള്ള എലമെന്റ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും ഫിൽറ്റർ ഡാറ്റ വരും. ഇപ്പോൾ ഫിൽറ്റർ ഡാറ്റ നോക്കുകയാണെങ്കിൽ നമ്മൾ പാസ് ചെയ്ത ഐഡിയുള്ള എലമെന്റ് ഇല്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഫിൽറ്റർ ഡാറ്റ എടുത്തിട്ട് നമ്മൾ റൈറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അത് റൈറ്റ് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മൾ ഐഡി പാസ് ചെയ്ത എലമെന്റ് ഇല്ല, ബാക്കിയുള്ള എലമെന്റ് എല്ലാം തിരിച്ചു കയറും. മനസ്സിലായോ? അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ റൈറ്റ് ചെയ്യണം, എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. കോൺസ്റ്റ് സ്ട്രിംഗ് ഫിൽറ്റർ ഡാറ്റ, സ്ട്രിംഗ് ഡാറ്റ. ഓക്കെ, ഇപ്പോൾ സ്ട്രിംഗ് ഡാറ്റ ഈക്വൽ ടു എന്താ, ജേസൺ ഡോട്ട് എങ്ങനെ ചെയ്യുന്ന സിഗ്നിഫൈ ഓഫ് ഫിൽറ്റർ ഡാറ്റ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഫൈറ്റ് ചെയ്യും. ഇത് ബാക്കി ഒന്നും നോക്കാം, ഇത്ര സെറ്റ് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ഗെറ്റ് വിളിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കിട്ടും. ഡിലീറ്റ് കൊടുക്കുന്നു, സെൻഡ് അടിക്കുന്നു, ഡിലീറ്റ് സക്സസ്ഫുള്ളി. ഓക്കെ, അപ്പോൾ നമ്മൾ ഗെറ്റ് നോക്കാം. പോയി കണ്ടോ, അതാണ് ഡിലീറ്റ്. അപ്പോൾ അടുത്തോ എന്താണ്ടേ പാച്ച് ആണെങ്കിൽ നമ്മൾ ചെയ്യാം ഇതേപോലെ തന്നെ അപ്ഡോട്ട് പാച്ച് സ്ലാഷ് പാച്ച് ചെയ്യുന്ന ഡേറ്റ ഏതാണെന്നുള്ളത് ഐഡി നമ്മൾ യുആർഎൽ വഴി വാങ്ങിക്കും. ബോഡി ഉണ്ട്, ഇവിടെ ബോഡി ഉണ്ട്, ഐഡി ഉണ്ട്, രണ്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ബോഡി എടുക്കുന്നുണ്ട്. കോൺസ്റ്റ് ഐഡി ഈക്വൽ ടു റിക് ഡോട്ട് പാരാംസ് ഡോട്ട് ഐഡി. അതുപോലെ കോൺസ്റ്റ് ബോഡി ഈക്വൽ ടു റിക് ഡോട്ട് ബോഡി. അപ്പം ഐഡിയും പാസ് ചെയ്യും, ബോഡിയും പാസ് ചെയ്യും. എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. ചെയ്തേ ഡിലീറ്റ് ചെയ്യാതെ ഡിലീറ്റ് ചെയ്യാം. ഫീൽഡാണോ ചേഞ്ച് അത് പാസ് ചെയ്യും. അപ്പോൾ ഏജ് ഉണ്ട് 23-24 ആക്കാം. ഇൻഡെക്സ് നമ്പർ ചെയ്യാലോ. ഇൻഡെക്സ് നമ്പർ എങ്ങനെ കണ്ടുപിടിച്ചു, പോലോ ഓക്കെ പോകാം. ഒരു കേസിൽ നമ്മൾ പാച്ച് റിക്വസ്റ്റ് ഇവിടെ അയക്കാമല്ലോ. അപ്പോൾ നമുക്ക് പർട്ടിക്കുലർ യൂസറിനെ പാച്ച് ആണ്. ഓക്കെ, എംബാപ്പെ നമുക്ക് പാച്ച് ആണ്. 23-24 ആക്കണം. അപ്പോൾ നമ്മൾ ആദ്യം എംബാപ്പയുടെ ഐഡി കോപ്പി ചെയ്യുന്നു, അല്ലേ? എന്നിട്ട് നമ്മളിവിടെ പാച്ച് റിക്വസ്റ്റ് അയക്കുന്നു.
എന്നിട്ട് നമ്മളിവിടെ യൂസർ സ്ലാഷ് ആ ഐഡി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ യു ആർ ഐഡി സെൻഡ് ചെയ്തു. ഇത് നമുക്ക് ബോഡിയിൽ നമ്മൾ ഏത് ഫീൽഡാണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് ആ ഫീൽഡ് നമ്മൾ ബോഡിയിൽ കൊടുക്കാം. അപ്പോൾ പേജ് ആണെങ്കിൽ പേജ് യൂസറിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ ആണല്ലോ, ഇപ്പം നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പം ഇതാണ് നമ്മുടെ മാപ്പ്. ഇപ്പോൾ പേജ് 23 എനിക്ക് 24 ആക്കാം. അപ്പോൾ അതിനുവേണ്ടി പാസ് റിക്വസ്റ്റ് ചെയ്യുന്നു. പാസ് റിക്വസ്റ്റിനകത്ത് യു ആർ എൽ ഐഡിയും അത് ഏത് യൂസറിനാണോ ചേഞ്ച് ചെയ്യേണ്ടത് അയാളുടെ ഐഡിയും അയാളുടെ ഏത് ഫീൽഡാണോ ചേഞ്ച് ചെയ്യുന്നത് അതും പാസ് ചെയ്യുന്നു. അപ്പോൾ ഏജ് ഉണ്ട്, നെയിം വേണമെങ്കിൽ കോമൺ നെയിം നമ്മൾ ഏത് അത് ചേഞ്ച് ആണോ നമ്മുടെ ആവശ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ വരുന്നു, നമ്മൾ ആദ്യം പാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം റീഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ റീഡ് ചെയ്യാനുള്ള കോഡ് എഴുതുന്നു. ഓക്കെ, റീഡ് ചെയ്ത ഡേറ്റ ന്യൂ ഡേറ്റ ഉണ്ട്. ഓക്കെ, അപ്പം ന്യൂ ഡേറ്റ എന്ന് പറയുന്നത് ഒരു അറയാണ്. ഈ അറയ്ക്കകത്ത് കുറേ ഒബ്ജക്ട്സ് ഉണ്ട്. നമുക്ക് അതിനകത്ത് നമ്മൾ ഐഡി പാസ് ചെയ്യുന്ന ഏത് ഒബ്ജക്റ്റാണോ ആ ഒബ്ജക്റ്റാണ് റിപ്ലേസ് ചെയ്യേണ്ടത്. മനസ്സിലാണോ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ ഏത് ഒബ്ജക്റ്റാണോ റിപ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് കണ്ടുപിടിക്കണം, ഐഡി വെച്ചിട്ട് ഇൻഡെക്സ് എടുക്കണം. അതായത് ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ അറയ്ക്കകത്ത് 3 ഒബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പം ഈ രണ്ടാമത്തെ ഒബ്ജക്റ്റാണ് നമ്മൾ ശരിക്കും നമുക്ക് റിപ്ലേസ് ചെയ്യേണ്ടത്. ഈ രണ്ടാമത്തെ ഒബ്ജക്റ്റാണ് എംബാപ്പെ എന്ന് വെച്ചാൽ അയാളുടെ ഏജ് ആണ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആദ്യമേ ഈ അറയ്ക്കകത്തുള്ള ആ ഒബ്ജക്റ്റ് ഇൻഡെക്സ് എടുക്കണം. നമുക്ക് ആകെ അറിയാൻ വെച്ചാൽ ആ ഒബ്ജക്റ്റ് ഐഡിയ. അപ്പോൾ ഐഡി വെച്ച് നമ്മൾ ആദ്യം ആ ഒബ്ജക്റ്റ് ഇൻഡെക്സ് കണ്ടുപിടിക്കുമ്പോൾ അതിനായിട്ട് നമ്മളുണ്ട് ഇൻഡെക്സ് ഈക്വൽ ടു അത് 0 നോക്കും. എന്നിട്ട് നമ്മളുണ്ട് ഫോർ എടുക്കുന്നു. ഫോർ i equal to 0 i less than എന്താ ന്യൂ ഡേറ്റ ഡോട്ട് ലെങ്ത് നമ്മൾ ആദ്യം ആരെ കൂടെ ലൂപ്പ് ചെയ്യാം i പ്ലസ് പ്ലസ്. അതിനുശേഷം നമ്മളിപ്പോൾ അത് നമ്മൾ ഇതിൽ വന്നിട്ട് ചെയ്യുന്നു ഇഫ് ന്യൂ ഡേറ്റ ഓഫ് അല്ലേ ഐ ഡോട്ട് ഐ ഡി ഈക്വൽ ടു നമ്മൾ സെൻഡ് ചെയ്താൽ കാണിക്കുന്നു ആണെങ്കിൽ ഇൻഡെക്സ് ഈക്വൽ ടു ഐ. അത് ഈ ഫോർ ലൂപ്പ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സെൻഡ് ചെയ്ത ഐഡിയുള്ള എലമെന്റിന്റെ എന്താ ഇൻഡെക്സ് കിട്ടും. അങ്ങനെ കിട്ടുക നമ്മൾ ആദ്യം ന്യൂ ഡേറ്റ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ലൂപ്പിന്റെ കോഡ് എഴുതി എന്നിട്ട് ന്യൂ ഡേറ്റ ഓഫ് ഐ എന്ന് പറയുന്നത് ആദ്യമേ ഐഡി 0. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഡോട്ട് ഇൻഡെക്സ് ഐ എന്ന് പറഞ്ഞാൽ അതിന്റെ ഐഡി ഈക്വൽ ടു നമ്മൾ സെൻഡ് ചെയ്യാൻ ചെക്ക് ചെയ്യുന്നു ആണോ അല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഇത് വർക്കാവില്ല. അടുത്ത ലൂപ്പ് വരുമ്പോൾ ഐഡി 1 ആവും. ഇതാണെന്ന് വെച്ചാൽ 1 ആവുന്നപ്പോൾ ന്യൂ ഡേറ്റ 5 ഈ ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിനകത്തുള്ള ഐഡി ഈക്വൽ ടു സെൻഡ് ചെയ്യാൻ നോക്കും ആണെന്ന് വെച്ചാൽ അപ്പോൾ എന്ത് ചെയ്യും, ഇൻഡെക്സ് ആയിട്ട് വരും 1 വരും. അതായത് നമ്മൾ ഈ ന്യൂ ഡേറ്റ ലൂപ്പ് ചെയ്തിട്ട് നമ്മൾ സെൻഡ് ചെയ്ത ഐഡിയുള്ള എലമെന്റിന്റെ ഇൻഡെക്സ് കണ്ടുപിടിച്ചു. മനസ്സിലായി എങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഫോർ ലൂപ്പ് ഇട്ടു. ഫോർ ലൂപ്പ് ഇട്ട് നമുക്ക് നമ്മൾ ഓരോ ഒബ്ജക്റ്റ് എടുക്കുന്നു നോക്കുന്നു ഇതിനകത്തുണ്ടോ ഇതിനകത്തുള്ള ഐഡിയാണോ സെൻഡ് ഐഡി അല്ല ഇതിനകത്തുള്ള ഐഡി നോക്കി വരുമ്പോൾ ഏത് പോയിന്റ് മാച്ച് ആവും സമയത്ത് ഐ ആണ് ഇൻഡെക്സ് ഉണ്ട് അല്ലേ അതെടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന് നമുക്ക് റിപ്ലേസ് ചെയ്യാം. ഇൻഡെക്സ് കിട്ടി. അപ്പോൾ റിപ്ലേസ് ചെയ്യാൻ നമ്മൾ വരുന്നു. നമ്മൾ സെൻഡ് ചെയ്ത ബോഡി ഇവിടെ ഉണ്ട്, നമ്മുടെ ഐഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ ന്യൂ ഡേറ്റ ഓഫ് ഐ അല്ലേ ഇൻഡെക്സ് ഇൻഡെക്സ് ഐ ഇൻഡെക്സ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താ ഈ ഒബ്ജക്റ്റ് ഇതാണ് എന്തൊക്കെ വെച്ചാൽ നിങ്ങൾ. അപ്പോൾ ഇതിനകത്തുണ്ട് ഏജ് 23 ഉണ്ട്, 24 ആക്കാം. ഓക്കെ, ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യും, അപ്പോൾ നമുക്ക് അറിഞ്ഞൂടാ നമുക്ക് ഇപ്പോൾ യൂസറിനോട് ഏജ് സെൻഡ് ചെയ്യാം അല്ലെങ്കിൽ നെയിം സെൻഡ് ചെയ്യാൻ സെൻഡ് ചെയ്യാം. ഈക്വൽ ടു നമ്മൾ വെച്ചാൽ ഇവിടെ ഉണ്ട് ഡോട്ട് 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 ന്യൂ ഡേറ്റ ഓഫ് ഇൻഡെക്സ് അതിനുള്ള എല്ലാം വരും കോമ ഡോട്ട് 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 ബോഡി. ഇങ്ങനെ കൊടുക്കുന്ന സംഭവിക്കാം. എന്നാ ഇപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റിൽ അതിനകത്ത് എന്തൊക്കെ നെയിം ഉണ്ട്, ചുമ്മാ ABC കൊടുക്കാം, ഏജ് ഉണ്ട്, അതുപോലെ പ്ലേസ് ഉണ്ടോ വെച്ചാൽ കണ്ടില്ലേ ചുമ്മാ പ്ലേസ് കൊടുക്കാം. പ്ലേസ് എന്താ എറണാകുളം പറ്റി ഇതാണ് ഒബ്ജക്റ്റ് ഉള്ളത് വെച്ചാൽ. അപ്പോൾ ന്യൂ ഡേറ്റ ഓഫ് നമ്മൾ കൊടുത്തേക്കാൻ ഇവിടെ ഓക്കെ പറ്റി ന്യൂ ഡേറ്റ ഓഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ഒബ്ജക്റ്റ് ആണ്. ഈക്വൽ ടു ഒരു ഒബ്ജക്റ്റ് ഡോട്ട് 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 ന്യൂ ഡേറ്റ ഓഫ് ഇൻഡെക്സ് എന്ത് ചെയ്യും, ഇത് 3 ഇവിടെ വരും. കോമ നമ്മൾ സെൻഡ് ചെയ്താൽ കണ്ടില്ല, ചിലപ്പോൾ ഏജ് ആവാം, ചിലപ്പോൾ എന്താവാം പ്ലേസ് ആവാം, ചിലപ്പോൾ ഏജും പ്ലേസ് ആവാം എല്ലാം. അപ്പോൾ ഇവിടെ ഡോട്ട് ഡോട്ട് ബോഡി നോക്കുന്ന സമയത്ത് നമ്മൾ ഏജ് സെൻഡ് ചെയ്തെങ്കിൽ കോമ ഏജ് 24 വരും. ഏതെടുക്കും ലാസ്റ്റത്ത് രണ്ട് സെയിം കീ വന്നാൽ ലാസ്റ്റിൽ എടുക്കുക. നമ്മൾ കണ്ടില്ല നമ്മൾ ഒബ്ജക്റ്റ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ റിക്വസ്റ്റ് എന്താ ടാസ്ക് അല്ലെങ്കിൽ നമ്മൾ ടു ഡോപ്പ് ചെയ്യാൻ ചെയ്തിട്ടില്ലേ, ടു ഡോപ്പ് ചെയ്താൽ നമ്മൾ ചെയ്താൽ അതായത് ഇപ്പം നോക്കിയേ രണ്ട് കീ സെയിം രണ്ട് ഒരു ഒബ്ജക്റ്റ് സെയിം രണ്ട് കീ വന്നാൽ ലാസ്റ്റ് വന്നാൽ എടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഡോട്ട് ഡോട്ട് ബോഡി നോക്കുന്ന സമയത്ത് ഏത് വരും, ഇത് റിപ്ലേസ് ആയിട്ട് നമ്മൾ അവിടെ സെൻഡ് ചെയ്ത ഏജ് ആണെങ്കിൽ ഏത് റിപ്ലേസ് ആവും. നമ്മൾ അവിടെ സെൻഡ് ചെയ്തത് പ്ലേസ് ആണെങ്കിൽ ഇവിടെ പ്ലേസ് ആയിരിക്കും വരിക. അപ്പോൾ ഈ പ്ലേസ് റിപ്ലേസ് ആയിട്ട് നമ്മൾ പുതിയ പ്ലേസ്. അപ്പോൾ എന്ത് ഈ ന്യൂ ഡേറ്റയ്ക്കകത്തുള്ള ആ ഒരു ഒബ്ജക്റ്റ് ചേഞ്ച് ആയി നമ്മൾ സെൻഡ് ചെയ്ത് വെച്ചിട്ട് അതിനുള്ള കീ ചേഞ്ച് ആയി. മനസ്സിലായത്? അത് ചേഞ്ച് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത്. ഡോട്ട് 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 ന്യൂ ഡേറ്റ ഓഫ് ഇൻഡെക്സ് കൊടുക്കുന്ന സമയത്ത് അതിനുള്ള എല്ലാ ഡേറ്റ വരും കോമ പുതിയ വരും. അപ്പോൾ പുതിയ കീ എന്താ സെയിം കീ ആയിരിക്കുമല്ലോ. അപ്പോൾ പുതിയ കീ ആണ് എടുക്കുക. അപ്പോൾ അത് ശരിക്കും റിപ്ലേസ് ആയി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതേപോലെ റൈറ്റ് ചെയ്യുന്നു. സ്ട്രിംഗ് ഫേസ് റൈറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ന്യൂ ഡേറ്റ ഓക്കെ എന്നിട്ട് നമ്മൾ റൈറ്റ് ചെയ്യാനുള്ള ഇത് കൊടുത്തു അപ്ഡേറ്റ് സക്സസ്ഫുൾ. കഴിഞ്ഞ പാസ് നോക്കാം. നിങ്ങളിന്ന് സെൻഡ് അടിക്കുന്നു, അപ്ഡേറ്റ് സക്സസ്ഫുൾ എന്ന് കാണിച്ചു, യൂസറിനോട് വരുന്നു, ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യുന്നു. 24 കേട്ടോ. ഇവിടെ ചെയ്ത് നമ്മൾ ആദ്യമേ ആ ഐഡി വാങ്ങിച്ചു, അപ്ഡേറ്റ് ചെയ്യേണ്ട ഡേറ്റ വാങ്ങിച്ചു, എന്നിട്ട് നമ്മൾ റീഡ് ചെയ്തു. എന്താ ഐഡി ഉപയോഗിച്ച് നമ്മൾ ഇൻഡെക്സ് നമ്പർ കണ്ടുപിടിച്ചു. ആ ഇൻഡെക്സ് നമ്പർ വെച്ചിട്ട് ആർക്കകത്തുള്ള ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമ്മൾ റീപ്ലേസ് ചെയ്യാം. ഈക്വൽ ടു എന്താ അതുള്ള എല്ലാം പറഞ്ഞാൽ കോമ നമ്മൾ അവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്യാൻ സെൻഡ് ചെയ്യാൻ സാധനം. അപ്പോൾ എന്ത് ചെയ്യും, അതാണ് റീപ്ലേസ് ആവുന്നത്. ആ ഒബ്ജക്റ്റ് അത് നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, പ്ലേസ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ഏജ് മാത്രം സെൻഡ് ചെയ്തെങ്കിൽ നെയിം ഏജ് പ്ലേസ് വരും, കോമ ഏജ് വരും, രണ്ടോട്ട് ഏജ് വരും. അപ്പോൾ ഏതെടുക്കുക രണ്ടാമത്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത് അപ്ഡേറ്റ് ചെയ്യേണ്ട ഡേറ്റ ആണ് കൊടുക്കുന്നത്. അപ്പം ഓൾറെഡി ഉള്ള ഏജ് റീപ്ലേസ് ആയിട്ട് പുതിയ ഏജ് വരും ഇല്ല. അതുകൊണ്ട് അത് നമ്മൾ സ്ട്രിംഗ് ചെയ്യുന്നു, അത് നമ്മൾ റൈറ്റ് ചെയ്യുന്നു. ചെയ്ത് നോക്കിയേ. അത് നിങ്ങൾ മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് കാണിച്ചു നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്